എവിടേക്കാ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മൾ ഇന്ന് എൻ്റെ അനിയത്തിക്ക് ചോറെടുക്കാൻ പോന്ന പശുനിക്കട. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെറിയ മോളെ ചോറ് കൊണ്ട് പോവാണ്. നമ്മളെപ്പോഴും ആദ്യം പറശ്ശിനിക്കട വന്നാൽ ചോറ് കൊടുക്കൽ. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് രണ്ട് ഇളയമ്മമാരുണ്ട്, പിന്നെ അമ്മ, ഉണ്ണിയേട്ടൻ്റെ അമ്മ, ഏട്ടൻ, അച്ഛൻ. ഏട്ടനും അച്ഛനും മറ്റേ കാറിലാണ് ഉള്ളത്. എല്ലാവരും ഇതിൽ കൊള്ളുന്നില്ല, അപ്പോൾ അവർ മറ്റേ കാറിലാണ് ഉള്ളത്. ഞങ്ങളിതാ മയിലെത്തി. ഞങ്ങൾ ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. 11 മണിയായി ഏകദേശം ഇറങ്ങുമ്പോൾ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അമ്മ അവിടെ എത്തി. അമ്മ ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മോളിതാ ഉറങ്ങാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് അൻവീത കിടന്നുറങ്ങി. ഇവർ മൂന്നുപേരും പിന്നെ ഒരു സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളിതാ പറശ്ശിനിക്കടയിലേക്ക് കയറുവാണ്. ഇന്ന് എന്താണെന്നുള്ള തിരക്ക് എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ എടുക്കാൻ സ്ഥലമില്ല. എല്ലായിടെയും തിരക്ക്. ചോറ് കൊടുക്കുന്നിടത്ത് തിരക്ക്, ചായ കുടിക്കുന്നിടത്ത് തിരക്ക്, ഉള്ളിൽ തിരക്ക്. അത്രയും ജനങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യം ടോക്കൺ എടുത്ത് വെച്ചുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ ലേറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിളിച്ച് ഇതാ ഉണ്ണിയേട്ടൻ്റെ മോളും കൂടി കയറി ഇരുന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഉള്ളിലൊരു ഫീലിംഗ് ചെയ്യുന്നൊരു നിമിഷമാണ്. കാരണം ആദ്യമായിട്ടുള്ളൊരു സാധനം വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും വലിയ ഫീലിംഗാണ്. ഞങ്ങൾ ഇതിനായിട്ട് കാത്തിരിക്കുമായിരുന്നു 6 മാസത്തെത്താൻ വേണ്ടി. മോളിത് ആ ചോറെല്ലാം തിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ കഴിച്ചു, ഉള്ളിലൊക്കെ കയറി. തിരക്കായതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതും ഇതൊക്കെ വാങ്ങി ഞങ്ങളിതാ തിരിച്ചു പോവാന്ന്. അധികം നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. അത്രയും തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയും തിരക്ക്. ഞങ്ങളിതാ ഇങ്ങനെ പോയി. കുറച്ച് ഉച്ചയായതുകൊണ്ട് ഭയങ്കര ചൂടും പിന്നെ ക്ഷീണമായതുകൊണ്ട് ഞങ്ങൾ ജ്യൂസിന് ഓർഡർ ചെയ്തൊരു ഹോട്ടലിൽ കയറി. ഉണ്ണിയേട്ടനിതാ ബിരിയാണി കഴിക്കുന്നത്. അടിപൊളി ബിരിയാണി കേട്ടോ. ഹോട്ടലിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിതാ കൂത്തുപറമ്പിലെത്തി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ.